റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സാറൊപ്പമുണ്ട്. സാർ, ഈ എക്സാലോജിക് CMRL കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ മേൽ ED നടപടികൾ കടുക്കുകയാണ്. വീണയ്ക്ക് കുരുക്ക് മുറുകുന്നു എന്നതിനപ്പുറം കൂടുതൽ കുരുക്കുകൾ വരുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ചെയ്യാത്ത സേവനത്തിന് പണം എന്നതിൽ നിന്ന് ഈ കേസ് ഹവാല ഇടപാടിലേക്ക് കൂടി മാറിയിരിക്കുകയാണ്. ED വീണയ്ക്ക് വീണ്ടും സമൻസ് അയക്കുമെന്നും സൂചനയുണ്ട്. ശരിക്കും ഇപ്പോഴാണോ വീണ കൂടുതൽ നിയമക്കുരുക്കിലായത്? വീണ ഇപ്പോൾ നിയമക്കുരുക്കിൽ തന്നെ. കാരണം എക്സാലോജിക്ക് CMR തമ്മിലുള്ള ഇടപാടിൽ വീണയ്ക്ക് ഒരു സേവനം ചെയ്ത കുറേ പണം വന്നു. നമ്മളെപ്പോഴുള്ളവർ അന്ന് പറഞ്ഞു, അങ്ങനെ ഒരാൾ സംഭവം ഇങ്ങനെ പണം തന്നാൽ അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിന് എന്താ തടസ്സം, നിയമ തടസ്സമോ അതിനകത്തൊന്നുമില്ല. പക്ഷേ ആ പണം എങ്ങോട്ട് പോയി എന്നുള്ളത് അന്ന് വലിയ പ്രസക്തമായ ഒരു ചോദ്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം ഹവാല ഇടപാടിലേക്ക് ആ പണം പോയിരിക്കുന്നു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. അതുകൊണ്ട് വീണ എന്തായാലും വലിയ നിയമക്കുരുക്കിലേക്ക് തന്നെയാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നതെന്നാണ് ഈ പുതിയതായി വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തോന്നുന്നത്. സാർ, ശരിക്കും ഇവിടെ വീണ വിജയൻ സ്വയം കുരുക്കിൽ പെട്ടു എന്ന് പറയുന്നതല്ലേ ശരി? വീണയുടെ ഡയറിയിൽ നിന്നാണ് ഈ ലേക്കർ ഇന്ത്യ എന്ന അവരുടെ പാർട്ട്ണർഷിപ്പ് കമ്പനിയെക്കുറിച്ച് ED കാര്യമായി അറിയുന്നത്. അതൊരു ഷെൽ കമ്പനി പോലെ ഉപയോഗിച്ചുവെന്നാണ് സൂചനകൾ. ദുബൈയിലേക്ക് കോടിക്കണക്കിന് രൂപ മാറ്റിയത് ഈ കമ്പനി വഴിയാണ് എന്ന് ED കണ്ടെത്തിയിട്ടുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത് വലിയ കുരുക്കാണോ വീണയ്ക്ക്? ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നിയമപരമായി നോക്കുമ്പം വീണ കുരുക്കി തന്നെ. കാരണം നേരത്തെ വീണയുടെ വീട് അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയുടെ മുൻവരെ വീട് റെയ്ഡ് ചെയ്തപ്പം അവിടെ നിന്ന് വീണയുടെ ഡയറി കണ്ടെടുത്തു. ആ ഡയറിക്കകത്ത് നിന്ന് വളരെയധികം വിവരങ്ങൾ EDക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ലേക്കർ ഇന്ത്യ എന്നൊരു സ്ഥാപനം കോഴിക്കോട് ഉണ്ടെന്ന് ആ ഡയറി കിട്ടിയപ്പോഴാണ് മനസ്സിലായത്. അത് പാർട്ട്ണർഷിപ്പിലുള്ള ഫേമാണ്. രണ്ട് പേര് ചേർന്നുള്ളതാണ് ആ പാർട്ട്ണർഷിപ്പ്. പക്ഷേ അങ്ങനെ ഒരു ഓഫീസ് അവിടെ ഉണ്ടെന്നല്ലാതെ അവിടെ എംപ്ലോയീസ് വേറെ ആരുമില്ല. അവിടെ എന്തെങ്കിലും വർക്ക് നടക്കുന്നതായിട്ടും തോന്നുന്നില്ല. ദുബായിക്ക് 85 ലക്ഷം രൂപ അയച്ചിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഒരു കുരുക്ക് തന്നെയാണെന്നേ പറയാനൊക്കുള്ളൂ. കാരണം ആ ട്രാൻസാക്ഷന് ആയിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 20 കോടി രൂപയുടെ കണക്കുകൾ ഇപ്പോൾ EDക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് 2.76 കോടി രൂപ അത് CMRL എക്സാലോജിക്കിന് കൊടുത്തു. ഒരു സേവനവും ചെയ്തില്ല എന്നൊക്കെ മറുപടി എല്ലാവരും കൂട്ടിക്കൊണ്ടിരുന്നു. ഒരു സേവനം ചെയ്യാതെ തന്നെ ആർക്ക് പൈസ വേണേൽ കൊടുക്കാം, അതിന് ഒരു ഒഫൻസ് ഇല്ല. പക്ഷേ ഇപ്പം വന്നുപെട്ടിരിക്കുന്നത് 85 ലക്ഷം രൂപ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതിൻ്റെ എവിഡൻസ്, ദുബായിക്ക് പോയതിൻ്റെ എവിഡൻസ് അത് EDക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫോറിൻ ട്രാൻസാക്ഷനിലോട്ട് കാര്യങ്ങൾ നീങ്ങി. വീണ ഇതുവരെ പ്രതികരിക്കാതിരുന്നു. പല പ്രാവശ്യം പത്രക്കാരും മറ്റവരും ഒക്കെ ചോദിച്ചിട്ടും ഒരു വിശദീകരണമോ ഒരു പ്രസ് റിലീസോ ഒരു പ്രതികരണമില്ലാതെ മിണ്ടാതിരുന്നു. കാരണം ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനിലേക്ക് ED വരാതിരിക്കട്ടെ എന്ന് കരുതിയായിരിക്കാം. പക്ഷേ ED വളരെ ബുദ്ധിപൂർവ്വം പല കാര്യങ്ങളും നേരത്തെ നീക്കി. അവർ പല സ്ഥലത്തും റെയ്ഡ് നടത്തി. ഇപ്പം തന്നെ 9 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി. മുഹമ്മദ് റിയാസിൻ്റെ വീട് റെയ്ഡ് ചെയ്തെങ്കിലും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ 7-8 പേരുടെ വീടുകളാണ് റെയ്ഡ് ചെയ്ത് കഴിഞ്ഞ ദിവസം. വളരെ ഇമ്പോർട്ടൻ്റായ ചില എവിഡൻസുകൾ അവിടെ നിന്നൊക്കെ ലഭിച്ചു എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ 2.76 ലക്ഷം രൂപയുടെ ഒരു ഇടപാട്, അത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് വന്നിരിക്കുന്നു ഒരു സേവനം ചെയ്യാതെ. അതിൻ്റെ കൂടുതൽ വിശദീകരണം വന്നെങ്കിൽ മാത്രമേ അതുകൊണ്ട് അങ്ങനെ പണം കൊടുത്ത് എന്തുദ്ദേശത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു സാധാരണക്കാരന് കൊടുത്താലേ നമുക്ക് അയാളുടെ പാവത്വം അല്ലെ അയാളുടെ സാമ്പത്തിക ഭദ്രത കുറവുകൊണ്ട് കൊടുത്തതെന്നൊക്കെ തോന്നാം. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. മുഖ്യമന്ത്രിയുടെ മകളാണ്. അവർക്ക് ഒരു സേവനവും ചെയ്യാതെ 2.76 ലക്ഷം രൂപ കൊടുത്തത് മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ തന്നെയാണ് എന്നൊക്കെ ആരോപണം ഒന്ന് വന്നെങ്കിലും ഇപ്പോൾ ഒരു സേവനമില്ലാതെ ആ പണം കൊടുത്തതിന് ദുരുദ്ദേശമുണ്ട്. അത് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് തന്നെയാണ് കൊടുത്തതെന്ന് CMRL
കരിമണൽ കർത്ത മൊഴി കൊടുക്കുകയും ചെയ്തു എന്നുള്ള വാർത്തയും കൂടെ വരുന്നുണ്ട്. സാർ, മറ്റൊരു കാര്യമുള്ളത്, ഈ ഹവാല ഇടപാടിനും മറ്റ് വിദേശ ആശയവിനിമയത്തിനുമായി മറ്റൊരാളുടെ സിം കാർഡ് വീണ വിജയൻ ഉപയോഗിച്ചുവെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊരു നിയമവിരുദ്ധ പ്രവൃത്തിയാണല്ലോ. അതറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കുമല്ലോ വീണ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. വീണയുടെ പ്രവൃത്തി ദുരുദ്ദേശപരമായിരുന്നുവെന്ന് തെളിയിക്കുന്നതല്ലേ ഇതൊക്കെ? തീർച്ചയായിട്ടും ദുരുദ്ദേശപരം തന്നെയാണ്. കാരണം വീണയെപ്പോലെ പ്രത്യേകിച്ചൊരു മുഖ്യമന്ത്രിയുടെ മകൾ ഓണസ്റ്റ് ആയിരിക്കണം, എല്ലാ പ്രവർത്തിക്കും സുതാര്യത വേണം. ആ ട്രാൻസാക്ഷൻ ഒരു ട്രേഡ് ട്രാൻസാക്ഷൻ ഒന്നും വരാൻ പാടില്ല. കാരണം മുഖ്യമന്ത്രിയെ ആ രീതിയിൽ നമ്മൾ കാണുമ്പോൾ മക്കളും മരുമക്കളും ആ രീതിയിൽ തന്നെ ഉണ്ടാവണം. പക്ഷേ ഇതുവരെ നമ്മൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഇന്നസെൻ്റ് ആണെന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു നമ്മളും കരുതിയിരുന്നത്. പക്ഷേ അവരുടെ പല ഇടപാടുകളും ഇപ്പം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഹവാല ഇടപാടുകൾ നടത്തിയിരിക്കുന്നു നമ്മൾ കണ്ടെത്തി. അതുതന്നെയല്ല, മറ്റൊരാളുടെ പേരിൽ ഒരു സിം കാർഡ് എടുക്കുന്നത് എന്തിനാണ്? അത് പലതും മറച്ചു വെക്കാനല്ലേ? ഇവരുടെ പേരിൽ എന്തുകൊണ്ട് എടുക്കുന്നില്ല? എത്ര സിം കാർഡ് വേണമെങ്കിലും നമ്മുടെ പേരിൽ എടുക്കാമല്ലോ, 7 8 എണ്ണമൊക്കെ എടുക്കാം. പക്ഷേ എന്തിനാണ് മറ്റൊരാളുടെ പേരിൽ എടുത്തത്? അത് എടുത്തത് ഒരു ഇന്നസെൻസ് കൊണ്ട് എടുത്തതാണെന്ന് വിചാരിച്ചോളൂ. പക്ഷേ അതിലൊരു ഷെയ്ഡി ട്രാൻസാക്ഷൻ വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ എന്തോ മറച്ചു വെക്കാൻ തന്നെ. അതുകൊണ്ട് ദുരുദ്ദേശപരം തന്നെയായിരുന്നു ആ സിം കാർഡ് മറ്റൊരാളുടെ പേരിൽ വാങ്ങിച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വീണയുടെ കേസ് സാമ്പത്തിക ഇടപാടിനെ കുറിച്ചാണ് എന്നും GST അടച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ് CPM ആദ്യമൊക്കെ പറഞ്ഞിരുന്നത്. ഇനി വീണയുടെ കേസിൽ ഇടപെടില്ല എന്ന് പറയുമ്പോഴും പിതാവ് പിണറായി വിജയൻ്റെ സ്വാധീനമാണ് ക്രമവിരുദ്ധ ഇടപാടുകൾക്ക് വീണയ്ക്ക് ധൈര്യം നൽകിയത് എന്ന ആരോപണം ഇനിയും ഉയരില്ലേ? ഈ വീണയുടെ കമ്പനിക്ക് കരാർ നൽകിയത് പിണറായിയുമായുള്ള അടുപ്പത്തിൻ്റെ പേരിലാണ് എന്ന് CMRL MD ശശിധരൻ കർത്ത് തന്നെ നേരത്തെ പറഞ്ഞ സ്ഥിതിക്ക് ആ വഴിക്കും ഇനി കാര്യങ്ങൾ തിരിയില്ലേ? തീർച്ചയായിട്ടും ഒരു പ്രോസിക്യൂഷൻ വരുമ്പോൾ വീണ വിജയന് കുരുക്ക് കൂടും. അതോടൊപ്പം അവർക്ക് എതിരായിട്ടുള്ള എവിഡൻസുകൾ കൂടും. കാരണം പിണറായി വിജയനെ കണ്ടിട്ട് തന്നെയാണ് പണം കൊടുത്തതെന്ന് കരിമണൽ കർത്ത പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് EDയുടെ കൈവശം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് GST അടച്ചു, നമുക്ക് ഒരു പണം ഒരാൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നു, അല്ലെങ്കിൽ കുറേ 1 കോടിയോ 2 കോടി രൂപ തന്നെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ആ ഇടപാടിനകത്ത് GST അടച്ചു, നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടുള്ള അതും അടച്ചെങ്കിൽ പിന്നെ അതിനകത്തൊരു ഒഫൻസ് ഇല്ല. അതുതന്നെയാണ് നേരത്തെ മുതൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. അവർ GST അടച്ചല്ലോ, അവർക്ക് കിട്ടിയ പൈസ വേറൊന്നിനും പോയില്ലെങ്കിൽ ആ GST അടച്ചത് നിയമപരമായി അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻകം ടാക്സ് ഉണ്ടെങ്കിൽ അതും അടച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആയാലും ശരി, അടയ്ക്കാതിരുന്ന സമയത്ത് ഈ വിവാദമായി കഴിഞ്ഞപ്പം ഇൻകം ടാക്സ് കൊണ്ട് അടച്ച് അതിന് പെനാൽറ്റീസ് അത് അടിച്ചാലും എല്ലാം നോർമലാവും. അപ്പോൾ അതിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പിന്നെ കഴിയില്ല. പക്ഷേ അതുതന്നെയാണ് ഇവിടുത്തെ CPMൻ്റെ സംസ്ഥാന നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം GST അടച്ചിട്ടുണ്ടല്ലോ, ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ എന്ത് വരാനാണ് ഇരിക്കുന്നത്? പക്ഷേ അവർക്ക് മറ്റു രീതിയിലുള്ള EDയുടെ അവരുടെ പ്രോബ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത പറയുന്നതാണ് ആ നേതാക്കന്മാർ. എന്താണ് EDയുടെ വർക്ക്, ED ആക്ട് എന്താണ്, അതൊന്നെപ്പറ്റിയൊന്നും വലിയ ബോധവന്മാരല്ല CPM നേതാക്കന്മാർ. അവരൊരു സാധാരണക്കാരൻ്റെ ബുദ്ധി മാത്രമേ ഉള്ളൂ. സാധാരണക്കാരൻ പറയുന്ന പോലെ GST അടച്ചു, ഇൻകം ടാക്സ് അടച്ച പിന്നെ എന്തൊരു ഒഫൻസ്? അതാണ് അവർ പറയുന്ന ന്യായം. അതേ രീതി പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു ക്രിമിനൽ കേസ് എടുക്കാനും വിജിലൻസ് കേസ് എടുക്കാനും കറപ്ഷൻ കേസ് എടുക്കാനും EDയുടെ രീതിയിലുള്ള ഫെമ കേസ് എടുക്കാനും ഒക്കെ ധാരാളം വകുപ്പുകൾ ഇപ്പം തുറന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ കുറേ റെയ്ഡ് ED ഇപ്പം നടത്തിയതിൽ നിന്ന് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അത് ഈ വീണ വിജയൻ്റെ അറസ്റ്റിലേക്ക് നീങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ആ കേസുകൾ, കാരണം അബറ്റേഴ്സ് അവരല്ലേ, ഇവർ മാത്രമാണ് ഈ ട്രാൻസാക്ഷൻ നടത്തിയെങ്കിൽ അബറ്റേഴ്സ് അവർ രണ്ടുപേരുമായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഇവിടെ വിദേശത്തേക്ക് പണം അയച്ചതിൽ ഫെമ ചട്ടലംഘനത്തിലേക്കും അന്വേഷണം വ്യാപിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ദുബായിലേക്ക് 85 ലക്ഷം അയച്ചതിൽ ഫെമ ലംഘനമുണ്ടോ എന്ന് ED അന്വേഷണം നടത്തുന്നുണ്ട്. അത് തെളിഞ്ഞാൽ വീണയുടെ അറസ്റ്റ് ഉണ്ടാകുമോ? ഒപ്പം ഈ വീണയുടെ ഡയറിയിൽ രേഖപ്പെടുത്തിയത് 85 ലക്ഷം ദുബായിലേക്ക് അയച്ചുവെന്നാണ്. പണം എങ്ങനെ അയച്ചു, ആർക്കയച്ചു, ഇത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ കൂടി ഉയരുകയാണല്ലോ. ആ ഒരു ഘട്ടത്തിലാണ് അറസ്റ്റിലേക്ക് കടക്കുമോ? അത് നേരത്തെ മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു ഫെമയുടെ കാര്യം.
കാരണം ഫെമ നിയമം അനുസരിച്ചുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് വീണ വിജയൻ വരാതിരിക്കട്ടെ എന്നാണ് കരുതി. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. 85 ലക്ഷം രൂപ വിദേശത്തേക്ക് പോയിരിക്കുന്നു. ഇനി മറ്റു രീതിയിൽ എന്തൊക്കെ പോയിട്ടുണ്ടോ നമുക്കറിയത്തില്ല. പക്ഷേ ഇപ്പം ഈഡിയുടെ കൈവശം വന്നു ചേർന്നിരിക്കുന്ന എവിഡൻസ് 85 ലക്ഷം രൂപ പോയിരിക്കുന്നു. അത് ഫെമ നിയമത്തിൻ്റെ വയലേഷൻ ആണോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു വയലേഷനാണ് എങ്കിൽ അത് ഫെമയുടെ വയലേഷനിലാണെങ്കിൽ കേസ് ഇവിടെ നിൽക്കില്ലല്ലോ. ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഡൽഹിയിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ട് ഒരു അറസ്റ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അറസ്റ്റ് ഇവിടെ നിൽക്കില്ല, തിഹാർ ജയിലിലേക്ക് പോകും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഫെമ ചട്ടലംഘനം അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഡൽഹിയിലായിരിക്കും. ഇവിടുത്തെ കേസിലെ ജൂറിസ്ഡിക്ഷൻ അവിടെയാണ്. അതുകൊണ്ട് അതോടനുബന്ധിച്ച് വീണയുടെ അതുമായിട്ട് ബന്ധപ്പെട്ട ആരെയൊക്കെ അറസ്റ്റ് ചെയ്തോ അവരുടെ അറസ്റ്റെല്ലാം ഡൽഹിയിലേക്ക് മാറും. അതുകൊണ്ട് നിയമപരമായി വലിയ കുരുക്കിലേക്ക് പെട്ടുകഴിഞ്ഞിരിക്കുന്നു വീണ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടെ വീണ കൈകാര്യം ചെയ്ത തുകകൾ, ആ പണം, അത് അവരുടെ അറിയപ്പെടുന്ന വരുമാന മാർഗങ്ങൾക്കപ്പുറത്തുള്ളതാണ് എന്നാണ് ഇ.ഡി. പറയുന്നത്. വീണയുടെ ഡയറിയിൽ കാണിച്ചിരിക്കുന്ന തുകകൾ CMRൽ നിന്ന് ലഭിച്ചതിനേക്കാൾ വളരെ കൂടുതലാണ് എന്നും ഇ.ഡി. പറയുന്നുണ്ട്. അപ്പോൾ ആ പണത്തിൻ്റെ ഉറവിടം വീണ വെളിവാക്കേണ്ടേ? അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം വീണയ്ക്ക് മാത്രമല്ലേ? ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെ. കാരണം പണം നമ്മൾ CMRൽ എത്ര വന്നോ, 276 കോടി രൂപ എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏകദേശം 20 കോടി രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. ആ പണത്തിൻ്റെ സോഴ്സ് ഓരോ പൈസയുടെയും സോഴ്സ് പറയേണ്ടി വരും. അത് അഴിമതിയുടെ ഒരു ലാഞ്ചന അല്ലെങ്കിൽ അഴിമതിയുടെ ഒരു ചെറിയ സംശയം അതിനകത്ത് വരുന്നുണ്ട്. ഈ പണം എവിടെ നിന്ന് വന്നു, അതിൻ്റെ സോഴ്സ് പറയാൻ അത് വീണ വിജയന് കഴിയണം, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന് കഴിയണം. അതിനെ സംബന്ധിക്കുന്ന മുൻ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടി വരും. 20 കോടി എങ്ങനെ വന്നു? അത് കറപ്ഷൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം അങ്ങനെ വന്നാൽ കേരളത്തിലും വിജിലൻസ് കേസെടുക്കേണ്ടി വരും. അതേസമയത്ത് അത് കറപ്ഷൻ്റെ ഭാഗമാണെങ്കിൽ ആ കേസുകൾ CBIയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ നിയമപരമായ വലിയ കുരുക്കിലേക്ക് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ വിവരങ്ങൾ വെളിയിലോട്ട് വരും തോറും കുരുക്ക് മുറുകി എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി അവർക്ക് ഇതിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് ഊരിപ്പോകാൻ കഴിയില്ല എന്നായി. കാരണം എല്ലാം ഒഫൻസാണ്. അത് ഇതുവരെ ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്തില്ല. അവരെ 3-4 പ്രാവശ്യം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന്, അതോ സപ്രസ് ചെയ്തോ ഇല്ലയെന്നോ അത് നോക്കണം. അപ്പോൾ വിജിലൻസ് ആംഗിളിൽ കേസ് വരാം. 20 കോടി രൂപ എവിടുന്ന് വന്നു? അത് തന്നെയല്ല, കോഴിക്കോട് മുഹമ്മദ് റിയാസിൻ്റെ അവിടെ സെർച്ച് ചെയ്തപ്പം അവിടെ ലേക്കർ ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് സർജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കലായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെയിൽ നടന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ആ സർജിക്കൽ അല്ലെങ്കിൽ അതുപോലെ മെഡിക്കലായിട്ടുള്ള ഒരു സ്ഥാപനം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്ഥാപനം എവിടെയൊക്കെയാണ് എന്ന് നമുക്കറിയത്തില്ല. അങ്ങനൊരു സ്ഥാപനം അവിടെയുണ്ട്. അതിൻ്റെ പണമാണോ? അങ്ങനെ പണമാണെങ്കിൽ അതൊരു ബിസിനസ്സിൽക്കുണ്ടായ പണമെന്ന് പറയാം. പക്ഷേ സോഴ്സ് ഇല്ലെങ്കിൽ 20 കോടി രൂപ എവിടുന്ന് വന്നു? 20 കോടി രൂപ ആ കമ്പനിയുടെ ലാഭമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 200 കോടി രൂപയുടെ സെയിലെങ്കിലും നടക്കണം ഒരു വർഷം. അതുകൊണ്ട് ഇപ്പോഴത്തെ ആ കണ്ടെത്തൽ വളരെ ഫെയ്റ്റലാണ്. കാരണം അവിടെ അവർ വേറൊരാളും കൂടെ ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ ഒരു ഷോപ്പ് നടത്തി എന്ന് പറയുന്നെങ്കിലും ഷോപ്പ് പേരിന് മാത്രമേ ഉള്ളൂ. ഒരു ഓഫീസ് മുറിയും ഒരു 1-2 ചിലപ്പം ലാപ്ടോപ്പോ ഒക്കെ കണ്ടെന്ന് വരാം. അവിടെ സ്റ്റാഫ് ആരുമില്ല. അവിടെ ഒരു ഓഫീസ് വർക്ക് ചെയ്തെന്ന് അടുത്തുള്ളവർക്ക് അറിയത്തുമില്ല. പക്ഷേ ട്രാൻസാക്ഷനും എഴുത്തുകുത്തുകളും എല്ലാം ഈ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ 3-4 ആംഗിളിൽ ആ 20 കോടി രൂപ വരാനുള്ള സാധ്യതയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്ന് കറപ്ഷൻ, ഒന്ന് സർക്കാരിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കറപ്ഷൻ്റെ മണി വരിക, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ സപ്ലൈ ചെയ്തോ അല്ലെങ്കിൽ സർജിക്കലും അല്ലെങ്കിൽ മെഡിക്കലുമായിട്ടുള്ള ഒരു സ്ഥാപനം നടത്തിയെന്ന് ഉള്ളൊരു തെളിവ് ഇടിക്ക് കിട്ടി. ആ സ്ഥാപനം എവിടെ, അതിനെവിടെയൊക്കെ ബ്രാഞ്ചുണ്ട്, അതിൻ്റെ
സപ്ലൈ ഏത് മാർക്കറ്റിലായിരുന്നു, ഗവൺമെൻറ്റിലായിരുന്നോ, അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകന് ആയിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഒരു മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷനും സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു, തിരുവനന്തപുരം ബേസ് ചെയ്ത്. അത് അന്ന് വളരെ വിവാദമായി. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. അതുമായിട്ട് ഇത് ലിങ്ക് ചെയ്യുമോ എന്നും എനിക്ക് സംശയമുണ്ട്.